ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ സഭ ശ്ലീബാ പെരുന്നാൾ അഥവാ ശ്ലീബായുടെ പുകഴ്ച പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ലോകദൃഷ്ടിയിൽ അപമാനത്തിന്റെയും പീഡനത്തിന്റെയും ചിഹ്നമായിരുന്ന കുരിശിന് രക്ഷയുടെയും പ്രത്യാശയുടെയും വിജയത്തിന്റെയും അടയാളമാക്കി മാറ്റിയ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഈ ദിവസം നമുക്ക് അനുസ്മരിക്കാം. 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കുസ്തന്തീനോസ് രാജാവ് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആകാശത്ത് കുരിശടയാളം കാണുകയും ഈ അടയാളത്താൽ നീ വിജയം പ്രാപിക്കുമെന്നുള്ള ദർശനം അദ്ദേഹത്തിന് ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം തന്റെ കൊടികളിൽ കുരിശടയാളം പതിപ്പിച്ച് യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയം വരിക്കുന്നതായിട്ട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയായ ഹെലനി രാജ്ഞി കർത്താവിന്റെ കുരിശ് കണ്ടെത്തുവാൻ തക്കവണ്ണം ജെറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുകയും AD 326 കർത്താവിന്റെ കുരിശ് കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കുരിശ് കണ്ടെടുക്കുമ്പോൾ ഇത് കർത്താവിന്റേതാണെന്ന് ആണോ എന്ന് അറിയുവാൻ തക്കവണ്ണം അവര് ആകെ വിഷമസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ആ വഴിയെ ഒരു മൃതശരീരവുമായി കുറച്ചാളുകൾ കടന്നു വരിക. അപ്പോൾ ഈ ഹെലനി രാജ്ഞി കർത്താവിന്റെ കുരിശിന്മേൽ ആ മൃതശരീരത്തെ സ്പർശിക്കുമ്പോൾ കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയം തന്നെ മൃതനായ മനുഷ്യൻ ജീവനുള്ളവനായി മാറിയെന്നാണ് പറയപ്പെടുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ രക്ഷാകരമായ ശ്ലീബ കണ്ടെത്തുമ്പോൾ ജെറുസലേമിലെ പാത്രിയർക്കീസ് ആയിരുന്ന മോർ മക്കാറിയോസ് അദ്ദേഹം ജനങ്ങൾക്ക് കർത്താവിന് കുരിശ് വണങ്ങുവാൻ തക്കവണ്ണം ആ കുരിശ് ഉയർത്തിപ്പിടിച്ചു എന്നാണ് പറയുക. അതിനെയാണ്, ഈ സംഭവത്തെയാണ് കുരിശിന്റെ പുകഴ്ചയായി പരിശുദ്ധ സഭ ആചരിച്ചു വരുന്നത്. ഈ ശ്ലീബ പെരുന്നാളിൽ നമുക്ക് നൽകുന്ന 3 സന്ദേശങ്ങൾ. ഒന്ന്, സഹനങ്ങളെ വിജയമാക്കി മാറ്റണം. സഹനങ്ങളെ വിജയമാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. സഹനങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ആർക്കുമില്ല. സഹനമുണ്ട്. സഹനങ്ങളെ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് അവയ്ക്കെല്ലാം ഒരു രക്ഷാകരമായ മൂല്യമുണ്ടായിത്തീരുക. ഓരോ സഹനങ്ങളും ക്രിസ്തുവിനോടൊപ്പം നമ്മെ രൂപപ്പെടുത്തുന്ന അനുഭവമാക്കി മാറ്റണം. ഓരോ സഹനങ്ങളും ക്രിസ്തുവിനോടൊപ്പം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി മാറ്റണം. 2, സ്വയം ത്യജിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. 2, സ്വയം ത്യജിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നുള്ള കർത്താവിന്റെ വചനം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ ഉള്ളിലെ അഹന്തകള്, സ്വാർത്ഥതകള് എല്ലാം കുരിശിൽ തറച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. 3-ാമത്തെ ചിന്ത, പ്രത്യാശ കൈവിടാതിരിക്കുക. നമ്മൾ സഹനത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ, കൈമോശം വരാതെ അവ കൈവിടാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കുരിശിന് ശേഷം ഉയർപ്പുണ്ടെന്ന ആ സത്യം, അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. മരണത്തിനപ്പുറം നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്ന കുരിശിന്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ പെരുന്നാൾ ദിനം കർത്താവിന്റെ കുരിശോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ആ കുരിശിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. എല്ലാവർക്കും ശ്ലീബ പെരുന്നാളിന്റേതായ ആശംസകൾ നേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.